ദേശീയപാത 66-ന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കയ്പമംഗലം കാളമുറിയിൽ നടപ്പാക്കിയ പുതിയ ഗതാഗത പരിഷ്കാരത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാരും ജനപ്രതിനിധികളും. വീതി കുറഞ്ഞ സർവീസ് റോഡിലൂടെ 2 ദിശകളിലേക്കും വാഹനങ്ങൾ കടത്തിവിടുന്നതും യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെയുള്ള നടപടികളുമാണ് പ്രതിഷേധത്തിന് കാരണം. സെന്ററിന് കിഴക്കേ ഭാഗത്തുള്ളവർക്ക് സർവീസ് റോഡിലെത്താനും ബസ്സിൽ കയറാനും യാതൊരു സൗകര്യവും ഏർപ്പെടുത്തിയിട്ടില്ല. ബസ് ഇറക്കുന്ന ഭാഗത്തെ 6 അടിയോളം ആഴമുള്ള കാനയുടെ ഭാഗം മൂടി സുരക്ഷിതമാക്കിയിട്ടുമില്ല. ഇവിടെ ഇരുമ്പ് കുറ്റികളും ഷീറ്റുകളും ഉള്ളതിനാൽ അപകട സാധ്യത ഏറെയാണ്. എല്ലാ ഭാഗങ്ങളും അടച്ചതിനാൽ 1 കിലോമീറ്ററോളം ചുറ്റി വളഞ്ഞു വേണം നാട്ടുകാർക്ക് സ്റ്റോപ്പിലെത്താൻ. പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികളും നാട്ടുകാരും ഓട്ടോ തൊഴിലാളികളും ചേർന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചു. ആളുകളായിട്ട് ഈ ശിവാലയ കമ്പനി ഈ നാഷണൽ ഹൈവേയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ആകെ നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഒരവസ്ഥ കിഴക്കുന്നുള്ള ഒരാൾക്ക് പടിഞ്ഞാട്ട് കടന്നു വരണമെങ്കിൽ അപകടം നിറഞ്ഞ കുഴികളും അതുപോലെ കുണ്ടുകളും അതുപോലെ അപകടം നിറഞ്ഞ പൂർണ്ണമായിട്ടും ഒരിക്കലും ഒരാൾക്ക് ആരോഗ്യവനായ ഒരാൾക്ക് പോലും കടക്കാൻ കഴിയാത്തൊരവസ്ഥ. അത് ഇപ്പോൾ ഈ ഇത്തരം 2 ദിവസങ്ങളിൽ തന്നെ ഇപ്പം 3-4 അപകടങ്ങളുണ്ടായിക്കഴിഞ്ഞു. കൂടാതെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കാനയുടെ ഇപ്പുറത്തുള്ള ഭാഗം വലിയ കുഴി, വണ്ടികൾ പൂർണ്ണമായിട്ട് 2 വണ്ടികൾ പോകുമ്പോൾ ആ കുഴിയിലും ആളുകൾക്ക് വീണ് അപകടം പറ്റാനുള്ള സാധ്യത. പഞ്ചായത്ത് അംഗം CJ പോൾസൺ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് VR ഉല്ലാസ്, KS സജീവൻ, PA നസീമുദ്ദീൻ, TK ഉമ്മർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ET ടൈസൺ MLA സ്ഥലത്തെത്തി ഹൈവേ ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട്.